ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശനിയാഴ്ച വൈകുന്നേരത്തെ വീഡിയോയാണ്. നാത്തൂൻ്റെ വീടാണ് കേട്ടോ. ഞാൻ വൈകുന്നേരം നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചെറിയ നാത്തൂനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നാത്തൂൻ്റെ വീട്ടിൽ വൈകുന്നേരം കൂടിയിട്ട് കാക്ക് വന്നിട്ട് അവിടെ നിന്ന് പോരാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഡേടാ നോക്കുമ്പോൾ കണ്ണാടി. അപ്പോൾ പിന്നെ നമ്മളൊരു ഷോ നടത്തണമല്ലോ. ആരെ മറിച്ചിട്ട് വടി എടുത്തോടുന്ന മോനിട്ട വടി എടുത്തോടുന്ന വടി അടിക്കട്ടെ ബളെ ലബിമോളെ അടിക്കട്ടെ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ മോൾ ഓരോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്. അത് താഴെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ടില്ല, പക്ഷെ അത് അവിടെ താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഡയലോഗടിയാണ് കേട്ടത് അവളുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വറുത്തരച്ച കറിയും പൊറോട്ടയും അതിലേക്ക് ചിക്കൻ പൊരിച്ചതാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരത്തിന്. അപ്പോൾ അത് ഞാൻ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കുകയാണ്. നാത്തൂനാണ് കേട്ടോ വെക്കുന്നതൊക്കെ. അപ്പോഴത്തേക്കും ചിക്കൻ മസാല കൂട്ടി വെച്ചു, അത് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയത്തെ ഒരുവിധം പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ നാത്തൂൻ്റെ മോളാണ് കേട്ടത്. അവൾ സ്കൂളിൽ വിട്ട് വരികയാണ്. കൂടെ ഉള്ളത് ഇവിടുത്തെ താത്താൻ്റെ ഇളയച്ചൻ്റെ മോളാണ് കേട്ടോ. അനിയൻ്റെ മോളാണ് ബാക്കിൽ നിൽക്കുന്നത്. ഫ്രണ്ടിൽ നിൽക്കുന്നത് ചെറിയ നാത്തൂൻ്റെ മോളാണ് കേട്ടോ. ഒന്ന് ഓണപ്പരിപാടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റി ഒരുങ്ങി സുന്ദരിയായിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് കേട്ടോ അത്. പോകുമ്പോൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കാൻ നിന്നുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു കഷ്ണം എടുത്ത് കഴിക്കണം, അതൊരു ശീലമായി പോയി. അപ്പോൾ ഉണ്ടാക്കുന്ന ആൾക്ക് മാത്രം കിട്ടുന്നൊരു ചാൻസാണത്. അങ്ങനെ പിന്നെ ഞാൻ അതിനൊരു കഷ്ണം എടുത്ത് കഴിച്ച്. അപ്പോഴത്തേക്ക് മക്കൾ പൂക്കളറണമെന്ന് പറഞ്ഞിട്ട് സൈഡിൽ നിന്നിട്ട് പൂക്കളം ഇട്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഇത് താത്താൻ്റെ മൂത്ത മോളാണ്. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ, അളിയനും താത്തയും കൂടെ കൂടിയിട്ട്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അവൾ ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിന് കുറച്ച് മുന്നേയും കൂടെ ഞങ്ങളോട് പരാതി പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് മാത്രം ആരും സർപ്രൈസ് തരൂല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതി പറഞ്ഞിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇത് അവൾ അറിയാണ്ട് അപ്പോഴൊക്കെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവൾ കൊടുന്നു കൊടുക്കുമ്പോഴാണ് കേട്ടോ അവൾ അറിയുന്നത്. അങ്ങനെ ഭയങ്കര ഞങ്ങൾക്ക് സന്തോഷമായി അവളുടെ സന്തോഷം കണ്ടപ്പോൾ കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയിണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ചായ കുടിക്കാനിരുന്നു കേട്ടോ. അത് പിന്നെ മക്കൾക്കൊക്കെ കൊടുത്തു വന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നേ. കേക്ക് താത്തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. താത്ത ഓർഡേഴ്സൊക്കെ എടുക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ വാപ്പാക്കൊത്ത മോളെ മോൾക്കൊത്ത വാപ്പാനെയാണ് കേട്ടോ. വാപ്പ നിന്ന് കൊട്ടാനും മോളനുസരിച്ചിട്ട് നിന്ന് ഡാൻസ് കളിക്കാനും എന്താ പോലെ കഥ അല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. മോള് പിന്നെ അവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെ എണീറ്റ് നിൽക്കുന്നതായിരുന്നു കേട്ടോ. സ്കൂട്ടിയമ്മ വരുന്ന വഴിക്ക് പൂനെ കണ്ടിട്ടൊക്കെ ഭയങ്കര ഡയലോഗായിരുന്നു. നബിദിനത്തിന് മുന്നോടിയായിട്ട് കിട്ടിയതാണ് ഈ ലൈറ്റൊക്കെ കേട്ടോ. രാത്രി നല്ല ഭംഗി കാണാം. അങ്ങനെ പിന്നെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.